ഇനി കുറച്ചു കാലത്തേക്ക് മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകൾക്ക് കരുത്തേകാൻ സാധ്യതയുള്ള 2 പുതിയ ചിപ്പുകളെക്കുറിച്ചുള്ള കമ്പാരിസനാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മീഡിയാടെക് ഡയമൻസിറ്റി A300യും സ്നാപ്ഡ്രാഗൺ 7 Gen 3യുമാണ് ആ 2 പ്രോസസ്സറുകൾ. താങ്ങാനാവുന്ന വില, ഹൈ പെർഫോമൻസ്, വാല്യൂ ഫോർ മണി എന്നീ ഘടകങ്ങൾ ഒത്തുചേർന്ന മെയിൻ സ്ട്രീം ചിപ്സായിട്ട് ഫീച്ചർ ചെയ്യാൻ സാധ്യത ഉള്ളവയാണ് ഇവ. രണ്ടിനും ചില സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും പെർഫോമൻസ് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവ രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് കാണാൻ സാധിക്കും. 2 പ്രോസസ്സറുകളും ഒക്ടാകോർ CPU ക്ലസ്റ്ററിൽ ഉള്ളതാണ്. കൂടാതെ രണ്ടും 1, 3, 4 കോൺഫിഗറേഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇവയുടെ ക്ലോക്ക് സ്പീഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സ്നാപ്ഡ്രാഗൺ Gen 3യിൽ 2.63 GHz ഒരു ഹൈ പെർഫോമൻസ് കോർ, 2.4 GHz ക്ലോക്ക് സ്പീഡുള്ള 3 മീഡിയം പെർഫോമൻസ് കോറുകൾ, 1.8 ക്ലോക്ക് സ്പീഡിൽ 4 എഫിഷ്യൻസി കോഴ്സുമാണ് ഉള്ളത്. മീഡിയാടെക് ഡയമൻസിറ്റി A300യ്ക്ക് അല്പം ഉയർന്ന ക്ലോക്ക് സ്പീഡാണ് പറയപ്പെടുന്നത്. 3.35 GHz ഉള്ള സിംഗിൾ കോർ, 3.2 GHz ഉള്ള 3 മീഡിയം പെർഫോമൻസ് കോറുകൾ, 2.2 GHz ക്ലോക്ക് സ്പീഡുള്ള 4 എഫിഷ്യൻസി കോറുകളുമാണ് ഇതിലുള്ളത്. രണ്ടിലും ARM Cortex A710 ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ള ഹൈ പെർഫോമൻസ് കോറുകളും മീഡിയം പെർഫോമൻസ് കോറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ Cortex A510 ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടിലെയും എഫിഷ്യൻസി കോറുകൾ. രണ്ടും നിർമ്മിച്ചിരിക്കുന്നത് TSMCയുടെ 4nm ടെക്നോളജി ഉപയോഗിച്ചാണ്. ഇനി GPUയുടെ കാര്യം വരുമ്പോൾ രണ്ടിലും വ്യത്യസ്തങ്ങളായ GPU ആണ് ഉള്ളത്. ഡയമൻസിറ്റി A300യിൽ ARM Mali G615 MC6 ഗ്രാഫിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം സ്നാപ്ഡ്രാഗൺ 7 Gen 3യിൽ Adreno GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവയുടെ NPU നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ഡയമൻസിറ്റി A300യിൽ ഡയമൻസിറ്റി 9300യിൽ ഉപയോഗിച്ചിരിക്കുന്ന APU 790യുടെ അതേ ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മീഡിയാടെക് APU 780 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ വേഗതയേറിയ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള ജനറേറ്റീവ് AI ടെക്നോളജി ഉപയോഗിച്ച് 10 ബില്യൺ പാരാമീറ്ററുകൾ വരെയുള്ള ജനറേറ്റീവ് AI മോഡലുകൾ ഉപകരണങ്ങളിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3യിൽ ക്വാൾകോം ഹെക്സഗൺ NPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 1നേക്കാൾ 61% മികച്ച AI പെർഫോമൻസ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഓൺ ഡിവൈസായി ജനറേറ്റീവ് AI ഫെസിലിറ്റീസ് സ്നാപ്ഡ്രാഗൺ 7 Gen 3യിൽ ഉപയോഗിക്കാമെന്നത് ക്വാൾകോം ഹൈലൈറ്റ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിയൽ ടൈം ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങിയ ഫെസിലിറ്റീസും ഇത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഇനി ഇതിലെ മറ്റു ചില സവിശേഷതകൾ കൂടി നമുക്ക് നോക്കാം. Wi-Fi 6E, 5.17 Gbps വരെ ഡൗൺലിങ്ക് വേഗതയുള്ള 5G, 320 മെഗാപിക്സൽ വരെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ, 120 Hz വരെ QHD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ, UFS 4.0 സ്റ്റോറേജ് സ്റ്റാൻഡേർഡ് സപ്പോർട്ട് എന്നിവയാണ് ഡയമൻസിറ്റി A300യുടെ മറ്റു പ്രധാന ഹൈലൈറ്റുകൾ. കൂടാതെ ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് 5.4 കണക്ടിവിറ്റിയാണ് ഇതിൻ്റെ വേറൊരു സവിശേഷത. അതുമാത്രമല്ല 60 ഫ്രെയിം പെർ സെക്കൻഡിൽ 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഇത് നൽകുന്നുണ്ട്. അതേസമയം സ്നാപ്ഡ്രാഗൺ 7 Gen 3യിൽ Wi-Fi 6E, 5 Gbps വരെ ഡൗൺലിങ്ക് വേഗത, 200 മെഗാപിക്സൽ വരെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ, 60 FPS ഉള്ള 4K റെസൊല്യൂഷൻ ഡിസ്പ്ലേ എന്നിവയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഇത് UFS 3.1 സ്റ്റോറേജ് സ്റ്റാൻഡേർഡും ബ്ലൂടൂത്ത് 5.3യും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഇവയുടേതായിട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ചില സ്കോർസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ കടലാസിലെ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 7 Gen 3നേക്കാൾ കേപ്പബിൾ ആയിട്ടുള്ള ഒരു CPU ആണ് ഡയമൻസിറ്റി A300 എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ ഒരു ചിപ്പിൻ്റെ പ്രകടനം നമുക്കറിയാം സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ പോലെയുള്ള നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ ഈ 2 ചിപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോണുകൾ മാർക്കറ്റിൽ ഇറങ്ങി കുറച്ചു കാലം ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു പ്രോസും കോൺസും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 പ്രോസസ്സറുകളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാവും. അവ എന്താണെന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ടെക് സ്പോണ്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.